ഗൈസ്, അപ്പോൾ നമ്മുടെ സാൻഡ്രിയ സാൽവിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ്, മസ്റ്റായി പോകേണ്ട സ്ഥലമാണ് കേട്ടോ. ഒരു നെന്മാറയിൽ അനിമൽസ് പാർക്കൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ പാർക്ക്, എനിക്ക് അതിൽ വിട്ട് പിരിയാൻ തോന്നിയില്ല. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അത് വന്ന് നമ്മളൊന്ന് വിളിച്ചാൽ ടേന്ന് വരും, അങ്ങനെ ആ സാധനമാണ്. ലവ് ബേർഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അത് നേരത്തെ ആൻസർ കിട്ടില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഒട്ടകപ്പക്ഷി. അത് കാണാതെ ആരുമില്ലേ? അത് നല്ല വലുതാണ്. ഞാൻ വിചാരിച്ച ഹൈറ്റാണ്, ഞാൻ അത്ര വിചാരിച്ചില്ല, എന്നാലും അത്ര കിട്ടി. പിന്നെ ഇത് എന്തോ ഒരു സാധനം. പിന്നെ ഇത് ഹോൾസാണ്. അതാ കാണുന്നതാണ് ഡോങ്കി. പിന്നെ ഇതെല്ലാം കുറയല്ലേ, എന്താണ് ഒട്ടകപ്പക്ഷിയല്ല, ഒട്ടകം. ഇത് നല്ല വലുതാണ്, പക്ഷേ ഇതിൻ്റെ അടുത്തെല്ലാം സ്മെല്ലുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതെന്തോ ഒരു കോഴി പോലത്തെ എന്തോ സാധനം. എല്ലാവരും വീഡിയോ വ്ളോഗെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മസ്റ്റായി പോകേണ്ടതാണ്. പിന്നെ ഇതെന്തോ ഒരു കോഴി പോലത്തെ സാധനമാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയും കേട്ടോ. പിന്നെ ഇതെന്തോ ഒരു എന്താണെന്നറിയാം, എലി പോലത്തെ ഒരു സാധനം. കാലെല്ലാം ഡക്കിനെ പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞു ഭാവിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കടാ ആ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കണ്ട, അറിയാം കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ഈ കുഞ്ഞു കുട്ടികളില്ലേ, ആ കുഞ്ഞു കുട്ടികളുടെ പോലെ മണം പോലെ തോന്നുന്നു കേട്ടോ. പിന്നെ ഇതാണ്, ഇത് അറിയാലോ, റാബിറ്റാണ്. പിന്നെ ഇത് ചെറുതിൽ ഫുള്ള് പന്നിയാണ്. എനിക്ക് തൊടാനേ കടക്കാൻ തോന്നി. പിന്നെയാണ് പാമ്പ് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു കൈ ഉണ്ടാവും. അതന്നെ, അത് ഇരിക്കണല്ല കാണുമ്പോൾ ഒരു മാതിരി തോന്നി. പിന്നെ ഇത് കുറേ പേര് വെച്ചു കിട്ടും. അവിടെ ഇഷ്ടക്കണക്കാണ്ട് എൻ്റെ അനിയൻ്റെ കഴുത്ത് കണ്ടു കേട്ടോ. അനിയൻ വെറുതെ ആ സ്ഥലത്ത് എന്നെ തൊട്ടുകൊണ്ടിരിക്കും. ഇതെന്താ ക്യാമറ? ഓക്കെ. പപ്പയ്ക്ക് എനിക്കങ്ങനെ പേടിയായിട്ട് വയ്യ. എൻ്റെ മുഖം ഞാൻ വെക്കണ പോയിട്ട് ഒറ്റ ഓട്ടമാണ് കണ്ട. ഞാൻ കുറേ പോയില്ലേ. പിന്നെ അവിടുത്തെ ഒരു സാധനം കാണിച്ചാൽ കേട്ടോ, അത് എന്താ പറയുക, അതൊരു എന്താ പാമ്പ് കുറേ പെട്ടിയിലെല്ലാം ഇട്ട് വെക്കുകയാണ്, പച്ച നീല പെട്ടിയിൽ. പിന്നെ ഇത് എൻ്റെ പപ്പയുടെ പാമ്പിനെ വെക്കാനേ പേടിയായിട്ട്. പിന്നെ ഇത് പേരറ്റാണ്. ഇത് കുറച്ച് കുറുമ്പുണ്ട് കേട്ടോ, കേടിയാണ്. അപ്പോൾ വേറെ കടാ എനിക്കങ്ങനെ അയ്യോ, ഇതിപ്പം ഞാൻ എന്ത് ചെയ്യും. ആ കുട്ടി വന്നിട്ട് എന്നെ ഈ ലിത്തു ആരനെയോ കടിച്ചതാ എന്തോ പറയണു. ആ പാമ്പിനെയാണ് ഈ കുട്ടി എടുക്കുന്നത്. അയ്യോ, ഈ കുട്ടിക്ക് എന്താത്? അയ്യോ, എൻ്റെ പപ്പനെ പേടിച്ചിട്ട് വറുത്തിട്ട് എടുക്കണം. അയ്യോ, പപ്പനെ മനസ്സിൽ ഇതെല്ലാം ഇതാണ് ഏറ്റവും പാവം കേട്ടോ, പാവം. പക്ഷേ ഇത് ഓപ്പോ ഇതിനെ എടുക്കുകയില്ല പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഇത് ഒന്ന് കൈ എടുക്കുന്ന തെറ്റാണെങ്കിൽ അത് മാന്തും. എൻ്റെ ഒരു ചാച്ചനും മാന്തിയതാണ്. അവർ പറഞ്ഞോട്ട് ഇവിടെ വന്നു. പക്ഷേ ഇത് പാവമാണ്. റെഡ് കുറച്ച് കുറുമുണ്ട്, അതെൻ്റെ കമ്മലെല്ലാം എനിക്ക് അടിക്കുന്നു. അപ്പോൾ റെഡ് കുഴപ്പമില്ല, എന്നാലും പേടിയാണ്. ഞാൻ വെച്ചിട്ട് എനിക്ക് പേടിയായിട്ട് എൻ്റെ മുഖം കണ്ടോട്ടോ. ഞാനൊരു കടിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അയ്യോ, ഇതിനെ എടുത്തില്ല കേട്ടോ. എൻ്റെ പപ്പ എല്ലാവരും, എൻ്റെ അച്ഛമ്മ എല്ലാവരും എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ്, ഫാമിലി എല്ലാവരും കൂടെ പോയതാണ്. പിന്നെ മമ്മി എടുത്തു. എൻ്റെ മമ്മിക്ക് മമ്മി വരെ പാമ്പിന് വെച്ചു. എനിക്ക് പേടിയാണ്. അമ്മ എന്തോ പറയുന്നു, അമ്മ പേരുന്ന അമ്മ അത് വെക്കാൻ കുറച്ച് അവിടെ നിന്നുള്ളൂ കേട്ടോ പറയാണ്ട് അവിടെ പോയി. അച്ഛനെല്ലാം എടുത്തു. പക്ഷേ ആ ഇതിനെ എൻ്റെ അച്ഛമ്മ എടുക്കുന്നില്ല, ഞാൻ എടുക്കുന്നില്ല, ഞാൻ സത്യം ചെയ്തു കേട്ടോ. അതിൻ്റെ ഓരോരോ സാധനം എൻ്റെ അമ്മേൻ്റെ കയ്യിൽ എത്രയുണ്ട്. പിന്നെ കുറേ മീനുണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു. അതിൽ തീറ്റയെല്ലാം കൊടുക്കാൻ പറ്റുന്നതൊക്കെയാണ് പറയുന്നത്. ഞാൻ കുറേ കൊടുത്തു. പിന്നെ ഞാൻ ഇപ്പോൾ വാശി പിടിക്കുകയാണ്. ഞാൻ കുതിരേൻ്റെ പുറത്ത് കയറണം. ഞാൻ അപ്പോൾ കാണിച്ചില്ലേ, ഒരു വെള്ള കുതിര തൊപ്പ് കാണിച്ചു, അതിന് പുറത്ത് കയറണം. പക്ഷേ ഇത് നല്ല ക്യൂട്ടായിട്ടില്ലല്ലേ, നൈസായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.